നമസ്കാരം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് പ്രതിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിവേഗ ഇടപെടലാണ് ഉണ്ടായതെന്നുമാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഞൊടിയിടയിലാണ് അഫാൻ ആത്മഹത്യയ്ക്ക് തുനിഞ്ഞതെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. കണ്ണുവെട്ടിച്ച് ശുചിമുറിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രദ്ധിച്ചു. ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുരക്ഷാ ബ്ലോക്കിൽ ഇതേസമയം മറ്റു തടവുകാരുടെ മേൽനോട്ടവും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് ഉണ്ടായിരുന്നുവെന്നും ജയിൽ മേധാവിക്ക് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അഫാൻ. ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. രണ്ടാം വട്ടമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കായ UTB ബ്ലോക്കിലെ സെല്ലിൽ ഒരു തടവുകാരനൊപ്പമായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത്. പ്രത്യേക നിരീക്ഷണം വേണ്ട 7 തടവുകാരാണ് ഈ ബ്ലോക്കിലുള്ളത്. നേരത്തെ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് സെല്ലിൽ ഒരു തടവുകാരനെ കൂടി പാർപ്പിച്ചിരുന്നത്. രാവിലെ 11:30 ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ വിളിക്കാനായി പോയി. മറ്റു തടവുകാർ വരാതിൽ TV കാണാനും ഇറങ്ങി. ഈ സമയത്താണ് അഫാൻ ശുചിമുറിയിലെത്തി ആത്മഹത്യാ ശ്രമം നടത്തിയത്. അലക്കി ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് കഴുത്തിൽ കുരുക്കിട്ടത്. ഞെരക്കം കേട്ട് ജയിൽ ഉദ്യോഗസ്ഥർ ശുചിമുറിയിലേക്ക് പോയി തൂങ്ങി നിന്ന് അഫാനെ പൊക്കിയ ശേഷം മറ്റു തടവുകാരെ വിളിച്ചു. തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് കഴുത്തിലെ കെട്ടഴിച്ച് നിലത്ത് കിടത്തി അഫാന് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു. ആംബുലൻസിൽ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ ICUവിൽ വെന്റിലേറ്ററിൽ സഹായത്തിലാണ് അഫാൻ ഇപ്പോൾ. 24 മണിക്കൂറിന് ശേഷമേ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്ന് പറയാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അതേസമയം പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന പോലീസിന്റെ ആവശ്യം ഡോക്ടർമാർ അനുവദിച്ചില്ല. നാടിനെ നടുക്കിയ അരിങ്കൊല നടത്തിയ കേസിലെ പ്രതിയാണ് അഫാൻ. സഹോദരനെയും കാമുകിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ ശേഷം മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച ശേഷമാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തുടർന്ന് താൻ വിഷം കഴിച്ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷമാണ് അഫാനുമായി തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയത്. ഇനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കില്ലെന്നായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരോട് നേരത്തെ അഫാൻ പറഞ്ഞിരുന്നത്. അഫാനെ കാണാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ജയിലിൽ വന്നിരുന്നില്ല. ആരോടും അധികം സംസാരിക്കാതെ കൂടുതൽ സമയവും സെല്ലിനുള്ളിൽ ചെലവാക്കിയായിരുന്നു പ്രതി. 2 ദിവസം മുമ്പാണ് അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് കുറ്റപത്രം നൽകിയത്. സഹോദരനും കാമുകിയുമടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു. സഹോദരൻ അഹ്സാൻ, കാമുകി ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ്റേത് അസാധാരണ പെരുമാറ്റമായിരുന്നു. കടബാധിത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫാൻ പറഞ്ഞിരുന്നത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം വിഷം കഴിച്ചാണ് പോലീസിന് മുന്നിൽ അഫാൻ കീഴടങ്ങാനെത്തിയത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച 480 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളും 40 തൊണ്ടിമുതലുകളുമാണുള്ളത്. സൽമ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു.